ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ കൃഷിക്കാരാണ്, കർത്താവിന്റെ വയലില് വേല ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവർ. നമ്മുടെയൊക്കെ ചോദ്യം എന്ന് പറയുന്നത്, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. അതായത് ഞാൻ നിങ്ങളുമൊക്കെ ഈ ഭൂമിയില് തീർത്ഥാടകരാണ്. ആരും ഇവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവരില്ല. ആർക്കും അത് സാധ്യമാകുന്ന കാര്യവുമല്ല. മറിച്ച് നമ്മളൊക്കെ കൃഷിക്കാരാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ കടന്നു പോവുകയല്ലാതെ നമ്മൾ അവകാശപ്പെടാത്തത് കൈവശപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ എന്നാണ് ഇന്നത്തെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരിക. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലെ ഒത്തിരിയേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, യൂണിയനുള്ളത് കൊണ്ട് പലപ്പോഴും ചില വ്യക്തികൾ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ അവിടെ പോയി സമരം ചെയ്ത്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂണിയനുകൾ സമരം ചെയ്ത് കട പൊട്ടിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം കൂട്ടിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് തരണം. തങ്ങളുടെ അവകാശത്തെ കുറിച്ച് ആണ് അവർ പറയുന്നത്. ഞാൻ ആ ഉടമസ്ഥന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഉടമസ്ഥൻ കടന്നു പോകുന്ന കഷ്ടപ്പാടിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ തങ്ങളുടെ അവകാശം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവകാശങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ട്, അങ്ങനെ പിടിച്ചെടുക്കുന്നതിലൂടെ ആ മനുഷ്യൻ, ആ ഉടമസ്ഥൻ തകരാറിലാകുന്ന അല്ലെങ്കിൽ കടക്കിണിയിലാകുന്ന അല്ലെങ്കിൽ എല്ലാം തകർന്ന അവന്റെ ആ കടകൾ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം കൂട്ടേണ്ട അവസ്ഥയുമായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ സുപരിചിതമായ ഒരു കാര്യമാണ്. അത് യൂണിയന്റെ അതിപ്രസരം കൊണ്ടാണ് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ കർത്താവ് പറയുന്നത്, ഇങ്ങനെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല നമ്മൾ ആരും. നമുക്ക് അർഹതപ്പെട്ടതേ നേടിയിട്ടുണ്ടാവും. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണ് എന്ന് നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക.